ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ടെമ്പിൾ സ്റ്റൈൽ പാല്യ. പാല്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉടുപ്പി വിഭവമാണ്. നമ്മൾ കേരളത്തിൽ സാധാരണയായിട്ട് തോരൻ അല്ലെങ്കിൽ ഉപ്പേരി, ഓരോ നാട്ടിലും ഓരോ പേരാണല്ലോ പറയുക. അതിൻ്റെ ഒരു വകഭേദം തന്നെയാണ് ഈ പാല്യ എന്ന് പറയുന്നത്. അത് ടെമ്പിൾ സ്റ്റൈൽ ആവുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കൂട്ടാണ്. കർണാടക റെസിപ്പി ആയതുകൊണ്ട് തന്നെ അതിലുപരിയായിട്ട് അവിടെ ഒന്നും ഉള്ളി ചേർക്കില്ല ഉടുപ്പിയിൽ. അപ്പോൾ ഉള്ളി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ തോരനൊക്കെ ഒരു സ്വാദുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നവരുടെ ആ ഒരു ധാരണ തിരുത്തി കുറിക്കുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ഉടുപ്പി വിഭവങ്ങളിലൊക്കെ ഉള്ളി ഉപയോഗിക്കുന്നില്ലെങ്കിലും അതിൻ്റെ സ്വാദ് എന്ന് പറയുന്നത് അസാധ്യമാണ്. അപ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള ഒരു കൂട്ടോട് കൂടിയിട്ട് എങ്ങനെയാണ് ഈ ഒരു ടെമ്പിൾ സ്റ്റൈൽ പാല്യ ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടു നോക്കുക. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്ന കഷ്ണം എന്ന് പറയുന്നത് കോവക്കയാണ്. കോവക്കയ്ക്ക് പകരമായിട്ട് അമരക്കായ, അതുപോലെ കൊത്തമര, ബീൻസ് ഇതൊക്കെ വെച്ചിട്ടും ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടും തീർച്ചയാണ്. അപ്പോൾ കണ്ടു നോക്കൂ. നമ്മൾ ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് വറുത്തിടുന്നത് 1.5 ടീസ്പൂൺ കടുക്, 1.5 ടീസ്പൂൺ തുവരപ്പരിപ്പ്, 1.5 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്. ഇത് മൂന്നും കൂടിയിട്ടാണ് നമ്മൾ വറുത്തിടുന്നത്. ഞാനിപ്പോൾ ചെയ്യണത് കുറച്ച് വലിയ അളവാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും എടുക്കണില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ചേരുവകളും നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് കുറച്ചെടുക്കുക. ഇത് പൊട്ടിക്കഴിയുമ്പോൾ കോവയ്ക്ക വട്ടത്തിൽ അരിഞ്ഞ് വച്ചത് ചേർക്കുകയാണ്. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല, നമ്മുടെ പറമ്പിൽ ഉണ്ടായതാണ്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അളവ് അറിയില്ല. എങ്കിലും എങ്ങനെയായാലും ഒരു 3/4 കിലോ 1 കിലോൻ്റെ അടുത്തൊക്കെ അളവുണ്ടാവും. അപ്പോൾ ഇത് ഉച്ചക്കലേക്കുള്ള ഇതും അതുപോലെ രാത്രി ഇനി നമുക്ക് കഞ്ഞിയാണ്. അപ്പോൾ കഞ്ഞിയുടെ കൂടെയും ഇത് തന്നെയാണ്. അപ്പോൾ 2 നേരത്തേക്കുള്ളത് ഒരുമിച്ച് വെക്കണോണ്ടാണ് കുറച്ച് കൂടുതൽ അളവിൽ എടുക്കുന്നത്. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെക്കണം. ഇപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അടച്ചു വെച്ചിട്ട് ആ ആവി വെള്ളത്തിൽ വെന്തോട്ടെ. അടി പിടിക്കുകയാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇടയിൽ വെള്ളം അല്പാൽപ്പമായിട്ട് തളിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അല്ലാണ്ട് നമുക്ക് വെള്ളം ഒഴിച്ച് വേവിക്കണ്ട. കയ്യിൽ ഒരു 3 പിടി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഉടുപ്പി ടെമ്പിൾ സ്റ്റൈൽ പാല്യ ചെയ്യണ സമയത്ത് നല്ലോണം തേങ്ങ ആവശ്യമുണ്ട്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞുല്ലോ ഏകദേശം ഒരു 1 കിലോൻ്റെ അടുത്ത് കോവയ്ക്കാണ് ഇത്രയും തേങ്ങ കേട്ടോ. ഇനി ഒരു 6-7 പിരിയമുളക്, അതായത് കശ്മീരി മുളക്. കർണാടക റെസിപ്പീസിലൊക്കെ കശ്മീരി മുളകാണ് ഉപയോഗിക്കുക. കാരണം അവരുടെ എല്ലാ കൂട്ടാനുകൾക്കും ഒരു കളർ ഉണ്ടാവും. ഇതിലേക്ക് കൈകൊണ്ട് നുള്ളിയിട്ട് ഒരു 2 മണി ജീരകം ചേർക്കണം. 2 ടീസ്പൂൺ പച്ചക്കടുക്, ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ശർക്കര. ശർക്കര ഇത്രയൊന്നും ചേർത്താൽ ഒരിക്കലും മധുരം വരില്ല. മധുരത്തിന് വേണ്ടിയിട്ടല്ല, അത് ഓതൻറ്റിക് ആയിട്ടുള്ള എല്ലാ ഉടുപ്പി റെസിപ്പീസിലും ഒരു കഷ്ണം ശർക്കര ഉണ്ടാവും. ഇനി വേണ്ടത് ഈ ഒരു കഷ്ണം ശർക്കരയും തേങ്ങയും പിരിയമുളകും കടുകും 1 മണി ജീരകവും കൂടിയിട്ട് നന്നായിട്ട് വെള്ളം ചേർക്കാതെ പൊടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം എന്തായിന്ന്. അപ്പോൾ കോവയ്ക്ക വെന്തു. നല്ലോണം വെന്തിട്ടുണ്ടാവണം കോവയ്ക്ക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചത്, അതായത് പൊടിച്ച് വെച്ചത് ചേർക്കുകയാണ്. ഇത് പിരിയമുളക് ചേർത്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും നന്നായിട്ടുള്ള ഒരു കളറ് കിട്ടണത്. എന്താണെന്ന് വെച്ചാൽ ഉടുപ്പി ടെമ്പിൾ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ സ്പെഷ്യാലിറ്റി ഈ നിറം തന്നെയാണ്. അതായത് വളരെ അട്രാക്റ്റീവ് ആയിരിക്കും അവരുടെ ഭക്ഷണം. അത് മാത്രമല്ല, അട്രാക്റ്റീവ് ആണെന്ന് മാത്രമല്ല കേട്ടോ, അതുപോലെ തന്നെ സ്വാദുള്ള വിഭവങ്ങളുമാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ വറുത്തിട്ട ഉഴുന്നുപരിപ്പും പരിപ്പും അതും കടുകും ഒക്കെ വരണം. അതുപോലെ കോവയ്ക്കയിൽ നമ്മളിപ്പോൾ ലാസ്റ്റ് ചേർത്തിട്ടുള്ള ആ ഒരു മസാലയും കൂടിയിട്ട് നന്നായിട്ട് മിക്സായിട്ട് വരണം. ഇനി നമുക്ക് 2 ഇല കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അവസാനം ചേർത്തിട്ടുള്ള തേങ്ങയുടെ ഈ ഒരു മസാല ഒന്ന് ചൂടാവുക. ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മസാല കൂടി ഒന്ന് വേവിച്ചെടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. തേങ്ങ അസലായിട്ട് ചൂടാവുകയും ചെയ്തിട്ടുണ്ട്. വെള്ളമയവും ഒക്കെ അധികമുള്ളത് വറ്റി നല്ല ഡ്രൈ ആയി കണ്ടോ, ഒലർന്ന് ഇരിക്കണമുണ്ട്. ഇതാണ് ഈ ഉടുപ്പിയിലെ അന്നദാനത്തിന് നമ്മൾ പോകുമ്പോൾ
ചൂടുള്ളൊരു സാമ്പാറിൻ്റെ കൂടെ ഇലയിൽ ഒരു സൈഡിലായിട്ട് വിളമ്പണ പാല്യ, അതായത് നമ്മുടെ രീതിയിൽ തോരൻ എന്നൊക്കെ പറയാം. ഇത്രയേ ഉള്ളൂ. തീ ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ഒരു പുതിയ വിഭവം ഉണ്ടാക്കി നോക്കുക. അതുപോലെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ റെസിപ്പീസ് പലതരത്തിലുള്ള ആളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഒരുപാട് സ്നേഹവും നന്ദിയുണ്ട്. പുതിയ പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം.